നമസ്കാരം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കേസുമായിട്ട് മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരെ അടച്ചാക്ഷേപിക്കുകയായിരുന്നു. സ്ത്രീലമ്പടന്മാരുടെ പാർട്ടിയാണ് ഇതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ PT കുഞ്ഞുമുഹനെ പോലുള്ളവർ ഉള്ള പാർട്ടിയാണല്ലോ CPM. അത് സ്ത്രീലമ്പടന്മാരുടെ പാർട്ടി അല്ലേ? ആ പാർട്ടി എന്ത് പാർട്ടിയാണ്? അപ്പോൾ വിശുദ്ധ പാർട്ടിയാണോ? CPM എന്ത് ചെയ്താലും അതിന് അവരുടേതായ ന്യായീകരണം ഉണ്ട്. CPM അല്ലാത്ത എതിർ പാർട്ടികൾ എന്ത് ചെയ്താലും അത് പൊറുക്കാനാവാത്ത അക്ഷന്തവ്യമായ തെറ്റുമാണ്. അത് പാർട്ടി ഭരണത്തിലാണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും നിലപാടിൽ മാറ്റമില്ല. ഇനി സ്വന്തം പാർട്ടിയും സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരും കാണിക്കുന്ന വൃത്തികേടുകളും അവരുടെ ഭരണകാലത്ത് നാട്ടിൽ നടക്കുന്ന വൃത്തികേടുകളും ഒരുപോലെ ന്യായീകരിക്കേണ്ട ഗതികേട് ഇതുപോലെ ഒരു പാർട്ടിക്കല്ലാതെ വേറെ ആർക്കും ഉണ്ടായിട്ടില്ല. അതെല്ലാ മുഖ്യമന്ത്രിമാർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ശ്രീ നായനാർ, EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇതുപോലെ കുറെ പീഡനങ്ങൾ നടന്നു. വലിയ അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലെങ്കിലും വിവാദമായി. അദ്ദേഹം പറഞ്ഞ മറുപടി നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ദുശാസനൻ പാഞ്ചാലിയുടെ സാരി ഉരിഞ്ഞുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്തു? ഒരു മുഖ്യമന്ത്രിയാണ് പറയുന്നത്, ന്യായീകരിക്കുകയല്ലേ? പിന്നെ ഒരവസരത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താണ്? ഞാൻ അമേരിക്കയിൽ പോയി, അവിടെയൊക്കെ ചായ കുടിക്കുന്ന പോലെയാണ് അവിടെയൊക്കെ സ്ത്രീ പീഡനം, ന്യായീകരിക്കുക. അപ്പോൾ സ്ത്രീകളുള്ളിടത്ത് പീഡനം നടക്കുമെന്ന് പറഞ്ഞു. സ്ത്രീ ഉള്ളിടത്തോളം സ്ത്രീ പീഡനവും നടക്കും. ഇതൊക്കെ ആപ്തവാക്യങ്ങളായി ബൈബിൾ വചനങ്ങളെ പോലെയൊക്കെയാണ് CPMകാര് കൊണ്ടു നടക്കുന്നത്. ഈ പറഞ്ഞതിന്റെ അതിന്റെ അകത്ത് നമുക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ആചാര്യന്മാര് തന്നെ അത് സമ്മതിച്ചു കൊടുക്കുകയാണ്. സ്ത്രീകൾ ഉള്ളിടത്തോളം ഈ ഇത് നടക്കും. അപ്പൊ പിന്നെ അവരുടെ അണികൾ അത് നടപ്പിലാക്കുന്നു എന്നുമാണ്. ഇനി രണ്ടാമതൊരു മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ, അദ്ദേഹം കുറച്ചുകൂടിയൊക്കെ ജനകീയനാണെന്നാണ് നമ്മൾ കരുതിയത്. അദ്ദേഹത്തിന്റെ ഒരു മന്ത്രി അറിഞ്ഞോ അറിയാതെയോ വിമാനത്തിൽ വെച്ച് ഒരു സ്ത്രീയുടെ ദേഹത്ത് എന്തോ ഒന്ന് തട്ടി. അതൊരു വലിയ വിവാദവും വിഷയമൊക്കെ ആയപ്പോഴത്തേക്ക് ആ സ്ത്രീയെ കയറി പിടിച്ചു എന്നെന്തോ ചാനലുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്ത്രീയോ? അവരൊരു അമ്മമ്മയല്ലേ? സംഭവം ശരിയാണ്, അവർക്ക് 50 വയസ്സേ ഉള്ളൂ. അവരുടെ മകള് പ്രസവിച്ചപ്പോൾ അവര് ആ അർത്ഥത്തിൽ 25 വയസ്സുള്ള മകള് പ്രസവിച്ചപ്പോൾ 50 വയസ്സുള്ള ആ സ്ത്രീ അമ്മമ്മയായി. അപ്പോ അവര് സ്ത്രീയോ അമ്മമ്മയല്ലേ? അപ്പൊ അതിന്റെ മെസ്സേജ് എന്താ? അമ്മമ്മയായാൽ പിന്നെ ഈ ശബരിമലയിൽ 50 കഴിഞ്ഞാൽ കയറാം എന്ന് പറയുന്നത് പോലെ 50 കഴിഞ്ഞ സ്ത്രീകള് പിന്നെ പീഡിപ്പിക്കാം എന്ന് പറയുന്നതിന് തുല്യമല്ലേ? പിന്നെ അപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ഇതിനനുസരിച്ചൊക്കെയുള്ള മറുപടികളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ അത് ആ പാർട്ടിയുടെ ഒരു 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 ശൈലിയാണ്. അതായത് സ്വന്തം പാർട്ടിക്കാരെന്ത് ചെയ്താലും തീവ്രത, എനിക്ക് ആ തീവ്രത കേട്ടിടം തൊട്ട് ചിരിയാണ് വരുന്നത്. നമ്മൾ ഈ തീവ്രത എന്നുള്ള വാക്ക് തന്നെ നമ്മളുടെയൊക്കെ മനസ്സിൽ വരുന്നത് ഇന്തോനേഷ്യയിൽ ഭൂകമ്പം, റിക്ടർ സ്കെയിലിൽ 6.7 തീവ്രത രേഖപ്പെടുത്തും, അല്ലെങ്കിൽ ഇടുക്കിയിൽ ഭൂചലനം. അപ്പൊ ഈ സ്ത്രീ പീഡനത്തിനും തീവ്രത എന്ന് പറയുന്ന അതിന്റെ യൂണിറ്റ് അത് പഠിപ്പിക്കാൻ കൊള്ളാം. പാഠപുസ്തകങ്ങളിലൊക്കെ പുതിയ ആര് പഠിപ്പിക്കുന്നുള്ളതാണ്. അപ്പൊ പഠിപ്പിക്കുന്നതല്ല. അപ്പോൾ ഈ സംശയങ്ങൾ കുട്ടികൾ ചോദിക്കും, അവിടെ മറുപടി പറയാൻ കിടന്ന് ബുദ്ധിമുട്ടിപ്പോകും. അപ്പോൾ ഈ രീതിയിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ ഒരല്പം നർമ്മം കലർത്തി പറയുകയാണെങ്കിൽ, സാധാരണ നമ്മൾ രണ്ടുപേരൂടെ ചായ കുടിക്കാൻ പോയാൽ ഞാൻ ഒരു ലൈറ്റ് ചായ ഓർഡർ ചെയ്യും, ശ്രീ ഗോപകുമാർ ചിലപ്പോൾ ഒരു സ്ട്രോങ് ചായ ഓർഡർ ചെയ്യും. അപ്പൊ ഈ ചായക്കടക്കാരൻ അത് വീട്ടിൽ നടക്കില്ല, ചായക്കടയിൽ ചെല്ലുമ്പോഴാണ് ഒരു മീഡിയം, ഒരു ലൈറ്റ്, ഒരു സ്ട്രോങ്, ചില ബിരുദന്മാര് ഡബിൾ സ്ട്രോങ്ങും ചോദിക്കും. അപ്പൊ അതേപോലെ ഈ പീഡനത്തിനും ഡബിൾ സ്ട്രോങ്ങും മീഡിയവും ലൈറ്റും ഒക്കെ ഉണ്ടോ? എനിക്ക് എന്തായാലും അറിയില്ല അതിനെക്കുറിച്ച്. അങ്ങനെ എന്തായാലും ഒരു പീഡനത്തിന് അങ്ങനെ ഒരു തീവ്രത അളക്കലോ ഒന്നുമില്ല. പീഡനം തന്നെയാണ്. എന്തായിരുന്നാലും പീഡനം തന്നെ. ഇനി ഒരു ഗവേഷണ കേന്ദ്രം സ്വന്തമായിട്ടുള്ളത് കൊണ്ട് വേണമെങ്കിൽ നമ്മുടെ കേരളത്തിലോ വിദേശത്തോ ഒരു പഠന ഗവേഷണ കേന്ദ്രമാക്കി അതിനകത്ത് ഒരു ഡോക്ടറേറ്റും വേണമെങ്കിൽ, പലർക്കും ഇപ്പം ഡോക്ടറേറ്റിന് വിഷയമില്ലാതിരിക്കുക. അപ്പൊ ഇത് വേണേ ഒരു ഗൈഡിനെയും കൂടെ കിട്ടിയാൽ. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് CPMും CPMന്റെ ആചാര്യന്മാരും കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് അതിനകത്തുള്ള അണികളും അന്തംഗമ്മികളും എല്ലാം അത്തരത്തിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ ഒന്നും ഈ പറയുന്ന പോലെ സ്ത്രീലമ്പടം എന്ന് വിളിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. പകരം കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ ചെയ്ത പ്രവർത്തികളോട് സ്ത്രീലമ്പടന്മാരാണ്, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് കോൺഗ്രസ് മറുപടി പറയട്ടെ, അതെന്റെ ഭാഗമല്ല. പക്ഷെ എങ്കിലും ഇപ്പോ ഈ PT കുഞ്ഞുമുഹമ്മദിനെ പോലുള്ളവർ ചെയ്യുന്ന പരാതി 2 ആഴ്ച 3 ആഴ്ചയോളം കയ്യിൽ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഒതുക്കി വെക്കുവാനും അതിനെ പൂഴ്ത്തി വെക്കുവാനും ശ്രമിച്ചത് എന്തുകൊണ്ടായിരിക്കും? അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞാണ്.
ഈ PT കുഞ്ഞുമുഹമ്മദ് MLA ആണ്. ഉം. കൈരളിയിൽ പ്രവാസ ലോകം കൈകാര്യം ചെയ്ത ആളാണ്. പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളാണ്. CPM-ന്റെ CPM-ന്റെ സന്തത സഹചാരിയാണ്. ബൗദ്ധിക ആചാര്യനും കൂടിയൊക്കെയാണ്. അപ്പോ പിന്നെ കലാരംഭാണ് പ്രശ്നം. ഞരമ്പാണ് പ്രശ്നം. അതെ, അവിടെ ഇതൊക്കെ ആണെങ്കിൽ പോലും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. ആ ചെയ്തത് പരാതിയായിട്ട് ഒരു വനിത പരാതിയും കൊടുത്തു. പക്ഷെ കിട്ടിയ പരാതി അവിടെയാണ് ഒരു മുഖ്യമന്ത്രി ആയാലും ഒരു വ്യക്തി ആയാലും പാർട്ടി നേതാവായാലും ഒരേ സമീപനം എടുക്കണം. ഒരു പരാതി കിട്ടിയാൽ ആരുടെ പരാതിയാണെങ്കിലും ഒന്നുകിൽ ആ നിമിഷം അത് അതാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ രണ്ടാമതൊരു പരാതിക്കാരി ഉണ്ടാകുന്നു. ആ പരാതിക്കാരി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. ആ പരാതി ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് കൊടുക്കുന്നു. എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്ന പത്രങ്ങളിലൂടെയാണല്ലോ. പത്രമാധ്യമങ്ങൾ എന്ന് പറയപ്പെടുന്ന അച്ചു നിരത്തി അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. രാഹുലിനെതിരെ രണ്ടാമത്തെ ഗർഭ വിഷയം എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ചെയ്തത് തെറ്റാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ അത്തരത്തിൽ തന്നെ കേസെടുത്തോളൂ, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ അതേ സമീപനം കുഞ്ഞു മുഹമ്മദിന്റെ കാര്യത്തിൽ കണ്ടില്ല എന്നുള്ളതാണ്. കാരണം PT കുഞ്ഞുമുഹമ്മദ് എന്ന് പറയപ്പെടുന്ന ഒരു സംവിധായകൻ കൂടിയാണ്, സിനിമാ സംവിധായകൻ. IFFK-യുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഈ പറയുന്ന പോലെ പ്രിവ്യൂ ഷോ നടക്കുന്നുണ്ട്. അത് നടന്നതിന് ശേഷമാണല്ലോ ഈ തീരുമാനിക്കുന്നത് ഏതൊക്കെ സിനിമകൾ ഇതിനകത്ത് കാണിക്കണം. അങ്ങനെ ഒരു സംവിധായിക അവരുടെ സിനിമ കൊണ്ടുവന്ന് ഈ പ്രിവ്യൂവിൽ വരുന്നു. ആ പ്രിവ്യൂ കാണിക്കുന്നതിന് വേണ്ടി ഇടപാടുകൾ നടത്തുന്നു. അവിടെ കുഞ്ഞു മുഹമ്മദ് കാണുന്നു. അതിനുശേഷം ആ ഹോട്ടൽ മുറിയിൽ ഇരുന്നു കൊണ്ട് അവർക്ക് നേരെ ഈ പറയുന്ന ലൈംഗിക അതിക്രമം കാണിച്ചു എന്നുള്ളതാണ് പരാതി. ആ പരാതി വരുന്നതിന്റെ CCTV ഫുട്ടേജ് എടുക്കുമ്പോൾ എന്തായാലും റൂമിനകത്തുള്ള CCTV ഇല്ല, അതെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ CCTVയിൽ തെളിയുന്നത് ഇയാൾ ഈ ഹോട്ടൽ മുറിയിലേക്ക് വരുന്നുണ്ട്, ആ സ്ത്രീ താമസിക്കുന്ന മുറിക്കകത്തോട്ട് കയറുന്നുമുണ്ട്. അതുവരെയുള്ള CC ഫുട്ടേജ് കിട്ടിയിട്ടുമുണ്ട്. പക്ഷെ അതിനുശേഷമുള്ള അറിയില്ല. അപ്പോൾ ആ പരാതിക്കാരി പറയുന്നത് എന്നെ ലൈംഗികമായിട്ട് അതിക്രമം നടത്തി ഇയാൾ എന്ന് പറയുന്ന ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നൽകുന്നു. മുഖ്യമന്ത്രി അത് പൂഴ്ത്തിവെക്കുന്നു 3 ആഴ്ചയോളം. അതിനുശേഷം അത് പക്ഷേ നമുക്കറിയാവുന്ന എന്താണ്, ഈ മുഖ്യമന്ത്രിയുടെ കയ്യിലൊക്കെ കിട്ടിയാൽ നേരെ പോകുന്ന DGP-യുടെ കയ്യിലേക്കാണ്. പക്ഷേ ഇത് പോയിരിക്കുന്നത് കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്കാണ്. ഇങ്ങനെ അതിൽ തന്നെ ഇരട്ട നീതി, അതിൽ തന്നെ ഈ പറയുന്ന പോലെ പിടിച്ചു വയ്ക്കുന്ന ഒരു സമീപനം, പൂഴ്ത്തി വയ്ക്കുന്ന സമീപനം. അതല്ലല്ലോ മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കാണിച്ചത്. അവിടെ കാണിച്ചത് പരാതിക്കാരി ഇല്ലാതിരുന്നിട്ട് പരാതിക്കാരിയെ ഓടിച്ചിട്ട് വിളിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കുന്നു. അവിടെ പരാതി എഴുതി നൽകുന്നു. എഴുതി കൊടുത്ത പരാതിക്ക് അപ്പോൾ തന്നെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. അത് PT കുഞ്ഞുമുഹമ്മദിനോടില്ല. കാരണം PT കുഞ്ഞുമുഹമ്മദ് താങ്കൾ ഈ പറഞ്ഞ പോലെ CPM-ന്റെ സഹയാത്രികനാണ്, 2 വട്ടം MLA ആയ ആളാണ്. CPM-ന്റെ പാർട്ടി ചാനലായിട്ടുള്ള കൈരളിയിൽ ഈ പറയുന്ന പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന, അല്ലെങ്കിൽ അവിടെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ആ പാർട്ടിയുമായിട്ട് കടുത്ത ആരാധനയും ബന്ധമുള്ള പാർട്ടിക്കാരനായതുകൊണ്ട് തന്നെ ഒരു സംരക്ഷണ കവചം ഇരിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി കരുതി കാണും, അല്ലേ? തീർച്ചയായും അത് അങ്ങനെ ചെയ്യാം. ഇത് ഇപ്പോഴല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പാർട്ടിക്ക് അങ്ങനെ ഒരു ശൈലിയുണ്ട്. ഞാൻ വേറൊരു ഉദാഹരണം കൂടി ഒന്ന് സാന്ദർഭികമായി പറഞ്ഞോട്ടെ. CPM-ന്റെ വലിയ ഒരു വക്താവായിരുന്നു സഖാവ് VB ചെറിയാൻ. ഇപ്പോൾ ഉണ്ടോന്ന് അറിയില്ല, മരണപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ ഒരു സംഭവം ഇപ്പോഴും നമ്മളുടെയൊക്കെ മൊബൈലുകളിൽ ഉണ്ട്. ഒരു പാർട്ടി സഖാവ് പാർട്ടി പ്രവർത്തനത്തിന് പോയി ഗർഭിണിയായി. ഏരിയ സെക്രട്ടറിയാണ് ഇതിന്റെ വക്താവ് എന്ന് പറഞ്ഞു. പാർട്ടി കമ്മിറ്റി അന്വേഷിച്ചിട്ട് പറഞ്ഞു ആ വനിതാ സഖാവ് ഗർഭിണിയല്ല. പക്ഷെ 4 മാസം കഴിഞ്ഞപ്പോൾ സഖാവ് പ്രസവിച്ചു. വീണ്ടും കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിച്ചു പാർട്ടിയുടെ അനുവാദമില്ലാതെ അച്ചടക്കം ലംഘിച്ച് പ്രസവിച്ച ആ സ്ത്രീയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഇത് അദ്ദേഹം പറഞ്ഞതാ. അതെ, ചെറിയാൻ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനി അറിയും. ഇങ്ങനൊരു പാർട്ടി ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ അതിന്റെ ആവർത്തനങ്ങളാണ് ഇപ്പോൾ വരുന്നത്. പല രൂപത്തിലും ഭാവത്തിലുമാണെന്നേ ഉള്ളൂ, ശൈലി ഒന്ന് തന്നെയാണ്. എന്താണ് ഇതുപോലെ? ഇനി നോക്കൂ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ അന്നത്തെ സോളാർ കേസ് പ്രതിയെ ഒരു വെള്ള പേപ്പറിൽ വിളിച്ചു വരുത്തി അവിടെ ഇരുത്തി 2 വരി എഴുതി വാങ്ങിച്ചിട്ട് നേരെ കേസാണ്. അപ്പോൾ ഈ പോസ്റ്റ്മാൻ ആണ് സാധാരണ കത്തെഴുതി കൊടുത്താൽ പോസ്റ്റ് ചെയ്യും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ വരുന്ന പരാതി എഴുതി വാങ്ങി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനുള്ള സംവിധാനത്തിൽ പെട്ടുന്നതാണോ എന്നാണ് പലരും നിയമപരമായി മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുകയാണ് പുള്ളി. അതെ, മുഖ്യമന്ത്രി ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതികൾ എവിടെ വരണം, അത് ഇവിടെ ലഭിക്കട്ടെ, ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കാം, റീഡയറക്ട് ചെയ്യാനുള്ള തലത്തിലേക്കാണ് ഉള്ള പ്രവർത്തനമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, പക്ഷേ അദ്ദേഹത്തിന് താല്പര്യമുള്ള കേസ് കിട്ടിയാൽ ഇതൊരിക്കലും പോസ്റ്റ് ചെയ്യത്തില്ല, അപ്പൊ തന്നെ നടപടി. അദ്ദേഹത്തിന് വിരോധമുള്ളവരുടെ കാര്യത്തിൽ ഉടൻ നടപടി, അല്ലാത്തവരുടെ കാര്യത്തിൽ നടപടിയേ ഇല്ല. ഇത് ഇരട്ടത്താപ്പാണ്. ഇത് വൈരുദ്ധ്യാത്മക ഹർജി വാദം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ഒരു ഹർജി കിട്ടി കഴിഞ്ഞാൽ 2 രീതിയിലും എടുക്കാം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നീട് മറ്റൊരു കാര്യം കൂടി ഇതുമായിട്ട് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ CPM-ന്റെ ഇപ്പോൾ തന്നെ ഒരു എത്രയധികം നേതാക്കന്മാരെ കുറിച്ച് ഇത്തരത്തിലുള്ള ആക്ഷേപം പാർട്ടിക്ക് അകത്ത് തന്നെ അവരുടെ വിഭാഗീയത. CPM-നകത്ത് ഗ്രൂപ്പിസം എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല, അത് കോൺഗ്രസിന് വിട്ടുകൊടുത്തിരിക്കുക. പകരം വിഭാഗീയതയാണ്. എറണാകുളത്തെ ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിനടിയിലാണ് കൊണ്ടുപോയി ഒളിക്യാമറ വെച്ചത്. ഒളിക്യാമറ എന്നുള്ള വാക്കും കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആ സംഭവത്തോട് കൂടിയാണ്. അപ്പൊ സ്വന്തം പാർട്ടിയിലുള്ളവനെ കൊടുക്കുന്നതിനും എതിർ പാർട്ടിയിലുള്ളവരെ കൊടുക്കുന്നതിനും സ്വന്തം പാർട്ടിയിൽ താല്പര്യമുള്ളവരെ രക്ഷിക്കുന്നതിനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഈ പാർട്ടിക്കുണ്ട്. അതുകൊണ്ടാണല്ലോ പത്മകുമാർ എന്ന മുൻ MLA അദ്ദേഹത്തിന്റെ അറസ്റ്റിന് ശേഷം ഇപ്പൊ എത്ര ദിവസമായി? 20 ദിവസത്തിൽ കൂടുതലായി. തീർച്ചയായിട്ടും. ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഈ സ്ത്രീ പീഡനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്ത്രീ പീഡനത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ വാദങ്ങളാണ് ഇതിന് പ്രത്യേക പ്രശ്നം ഉണ്ടാക്കുക. കാരണം സ്ത്രീലമ്പടന്മാരുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയപ്പെടുമ്പോൾ സ്ത്രീലമ്പടന്മാരല്ലാത്തവരാണോ CPM-ലുള്ളത്? നമ്മുടെ സ്വപ്ന സുരേഷിനെ ആരും മറന്നിട്ടില്ലല്ലോ. സ്വപ്ന സുരേഷ് പറഞ്ഞ വാചകങ്ങൾ ആരും ഈ കേരളക്കാരെ ഇന്ന് വരെ മറക്കില്ല, ഇനി ഒരിക്കലും മറക്കില്ല. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞ എന്താണ്? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്നാണ് ആ പഴയ മന്ത്രിയെ കുറിച്ച് പറഞ്ഞത്, അല്ലേ? അത് നമ്മൾ കേരളക്കാരെ മറന്നിട്ടില്ലല്ലോ. അതുപോലെ മറ്റൊരാൾ ചോദിച്ചത് എന്താണെന്ന് അറിയാമോ? ഈ 16-17 വയസ്സുള്ള പിള്ളേർ കാണിക്കുന്ന I love you, എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്നുള്ള തരത്തിലുള്ള കമന്റുകൾ എഴുതി പോസ്റ്റ് ചെയ്ത ആളാണ് പഴയ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. അതും പറഞ്ഞത് സ്വപ്ന സുരേഷാണ്. ഇനിയുമുണ്ട് പറയാനായിട്ട്. ഈ പറയുന്ന കഥാപാത്രങ്ങൾക്കപ്പുറം വളരെ വലിയ ബുദ്ധിജീവിയാണല്ലോ നമ്മുടെ തോമസ് ഐസക്, ഈ പറയുന്ന ധനകാര്യമന്ത്രി, മുൻ ധനകാര്യമന്ത്രി. അദ്ദേഹത്തെ കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞ എന്തായിരുന്നു? അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, വരൂ നമുക്ക് മൂന്നാറിന്റെ പ്രകൃതി ഭംഗി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിളിച്ചു എന്നാ പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞ വാദങ്ങളല്ല, എനിക്കെതിരെ നിങ്ങളാരും ഈ പറയുന്ന പോലെ ട്രോളുകളായിട്ട് വരുകയും വേണ്ട. പക്ഷേ ഞാൻ പറയുന്നത്, ഇത് പറഞ്ഞതെല്ലാം സ്വപ്ന സുരേഷാണ്. പറഞ്ഞത് ആരെക്കുറിച്ചാണ്? CPM-ലെ മന്ത്രിമാരെ കുറിച്ചാണ്. ആ മന്ത്രിമാരൊന്നും അപ്പോൾ സ്ത്രീലമ്പടന്മാരല്ലേ? അത് ഈ പറഞ്ഞതുപോലെയാണ്. ചിലർ ഒന്ന് സൂചിപ്പിച്ചാൽ മതി, സൂചന വേണ്ട, ക്ലൂ മതി. ക്ലൂ വെച്ച് ആളിനെ തീരുമാനിച്ചു കളയും. വേറെ ചിലർ പച്ചയായി പേര്, ഈ സ്വപ്ന സുരേഷ് എല്ലാവരുടെയും പേര് നേരിട്ട് പറഞ്ഞിട്ട് അവര് സംസാരിച്ചു വരുമ്പോൾ പലപ്പോഴും ഇംഗ്ലീഷ് വാക്കുകളാണ്. അല്ല, എന്നിട്ട് എന്ത് നടപടി എടുത്തു ഇവർക്കെതിരെ? ഈ പാർട്ടി എന്ത് നടപടി എടുത്തു? അത് ചെയ്യില്ല. നിങ്ങളുടെ ഈ പാർട്ടി, ഈ കോൺഗ്രസ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നപ്പോഴത്തേനും ഒറ്റ അടിക്ക് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. അതെ. പക്ഷെ ഇവിടെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ആൾക്കാർ, ഒരു സ്ത്രീ വന്നിരുന്ന് പറയുകയാണ്, ഈ സ്വപ്ന സുരേഷ് എന്ന് പറയപ്പെടുന്ന സ്ത്രീ വന്നിരുന്ന് പറയുകയാണ്, ഇങ്ങനെയുള്ളവരൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരാൾ പറയുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവരാണ് ഈ മന്ത്രിമാരും സ്പീക്കറും ഒക്കെ എന്ന് പറയുമ്പോഴും അവർക്കെതിരെ നടപടി എടുക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞു, സർക്കാരിന് കഴിഞ്ഞു? അല്ല, പാർട്ടിക്ക് കഴിയില്ല, സർക്കാരിനെ കഴിയുകയുള്ളൂ. കാരണം ഭരണത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടിക്കല്ലേ അത് കഴിയുകയുള്ളൂ. ഇനി ഒരാൾ മറ്റൊരാളിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ആ ആളിനെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞു പോകുന്നത് ഒരു പരിധിവരെ വില കുറഞ്ഞ പരിപാടിയും കൂടെ. ഇപ്പം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലൊക്കെ അതാണ് ചെയ്തത്. അത് ചിലർക്ക് ചിലത് പറഞ്ഞിട്ടുണ്ട്, ചിലർക്ക് ചിലത് ചെയ്യാൻ പാടില്ല. അതങ്ങനെയുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ചില വ്യക്തികൾ ചിലത് ചെയ്താൽ ജനം പറയും ആ ആൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. വേറെ ചിലർ ചെയ്താൽ അയാൾ ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. രണ്ടുപേരും മനുഷ്യരാണ്. പക്ഷെ മനുഷ്യരാണെങ്കിലും ആളുകൾക്ക് ഓരോരുത്തരെ കുറിച്ചും ഓരോ പാർട്ടിയെ കുറിച്ചും ഓരോ പ്രസ്ഥാനത്തെ കുറിച്ചും കൃത്യമായ കാര്യങ്ങൾ, യഥാർത്ഥ വസ്തുത അവർക്കറിയാം. ഇനി ഇവിടെ മറ്റൊന്ന് നോക്കൂ. ഈ സ്വപ്ന സുരേഷിന്റെ പരാതിയിൽ അവർ പേരെടുത്ത് പറഞ്ഞിട്ടും ഒരു നടപടിയും എടുക്കാത്തത് എന്ത് എന്ന് അവിടെ ഒരു മഹിളാ അസോസിയേഷൻ ഉണ്ടല്ലോ. ആ മഹിളാ അസോസിയേഷൻ എന്താ അനക്കമില്ലാത്ത? ഒരു വനിതാ കമ്മീഷൻ ഉണ്ടല്ലോ, അവരൊക്കെ അതിനകത്ത് എടുക്കുന്ന നിലപാടുകൾ എന്താ? അപ്പോൾ ഭരണ സംവിധാനവും നിയമ സംവിധാനവും ഒക്കെ എന്തുണ്ടെങ്കിലും അതെടുത്ത് ഉപയോഗിക്കുകയോ അതിൽ നടപടിയെടുക്കുകയോ ചെയ്യേണ്ടവർ മൗനം പാലിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കില്ല. അത് മറ്റൊരു കാര്യം. ഇനി പാർട്ടിയിൽ കോൺഗ്രസിൽ ഉള്ള ഒരാളിനെ കുറിച്ച് ഒരു ആക്ഷേപം വന്നപ്പോൾ പാർട്ടിക്ക് വെളിയിലാക്കിയല്ലോ എന്ന് ശ്രീ ഗോപകുമാർ ചോദിച്ചല്ലോ. തീർച്ചയായിട്ടും. അത് പണ്ട് നമ്മൾക്കറിയാം. ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ച ഒരു സംഭവം അറിയാമല്ലോ. എന്തുവായിരുന്നു കുറ്റം? ആരോ ഒരാൾ പറഞ്ഞു, ഈ രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ വീണ്ടും കൈക്കൊള്ളുന്ന ഉചിതമാണോ എന്നൊരു ചോദ്യമാണ്. അങ്ങനെ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പവിത്രയായ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. ശ്രീരാമൻ തന്നെ ചിന്തിക്കണമായിരുന്നു അത് ആദ്യം. പക്ഷെ ശ്രീരാമൻ അത് ചെയ്തില്ലേ?
എന്നിട്ട് ആ ശ്രീരാമനെ നമ്മൾ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടോ? അപ്പോൾ ആ ശ്രീരാമൻ അവിടെ ചെയ്തതുപോലെ ഒരു കാര്യമാണ് ഇവിടെ കോൺഗ്രസ് രാഹുലിന്റെ കാര്യത്തിൽ ചെയ്തത്. ഒരു പരാതി വന്നിരിക്കുന്നു, അത് ശരിയോ തെറ്റോ എന്തോ, പറഞ്ഞതൊരു സ്ത്രീയല്ലേ. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം അല്ല, അതിലൊരു വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു, പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്തു. നിങ്ങളുടെ മുഖം രക്ഷിച്ചെടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു എന്ന് തന്നെ അതിനകത്ത് പറയേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയമായതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നടപടികൾ, ഇപ്പൊ സസ്പെൻഷനിലേക്ക് പോകുന്നു, അതൊക്കെ സമ്മതിക്കാം. പക്ഷെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തിറക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നടപടിയായിരുന്നു ഇത്. എന്നാൽ എന്തുകൊണ്ടാണ് പി ടി കുഞ്ഞുമുഹമ്മദിനെയോ ഈ പറയുന്ന കടകംപള്ളിയെയോ ശ്രീരാമകൃഷ്ണനെയോ ഐസക്കിനെയോ ഒന്നും പുറത്താക്കാത്തത്? ഈ മറ്റു പാർട്ടികൾ അവർ ചെയ്തതൊന്നും ഇത്തരത്തിലുള്ള പീഡനങ്ങളല്ലേ, അല്ലെങ്കിൽ പീഡനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലെ സ്ത്രീ വിഷയങ്ങളല്ല. അത് രണ്ട് പ്രസ്ഥാനങ്ങളല്ലേ. പൃഥ്വിരാജ് ഒരു സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് കടമെടുത്താൽ, എന്റെ പിതാവല്ല നിന്റെ പിതാവ്, നിന്റെ പിതാവല്ല എന്റെ പിതാവ്. അതേ സിനിമയിൽ പറഞ്ഞത് നിന്റെ തന്തയല്ല എന്റെ തന്ത എന്ന് പറഞ്ഞതുപോലെ ഇതിപ്പോ നമ്മൾ പറഞ്ഞെന്നും പറഞ്ഞ് നേരത്തെ പറഞ്ഞാണെങ്കിൽ ട്രോളർമാര് തന്തയ്ക്ക് വിളിച്ചെന്നൊന്നും കയറി പറയരുത്. അത് പിതാവെന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ CPM അല്ല കോൺഗ്രസ്, കോൺഗ്രസ് അല്ല CPM. ഇതെല്ലാവർക്കും ഒരേ സ്വഭാവമായിരുന്നെങ്കിൽ പിന്നെ പ്രത്യേകം പാർട്ടി വേണ്ടല്ലോ, ഒരൊറ്റ പാർട്ടി പോരെ. അപ്പൊ പ്രത്യേകം പാർട്ടികൾ ഉണ്ടാകുന്നത് തന്നെ ആ സ്വഭാവത്തിനനുസരിച്ചുള്ളവർക്ക് ചെന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. ശരി, തീർച്ചയായിട്ടും ആ അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ച പാർട്ടിയെ ആ പാർട്ടിക്കാർ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അവർ ചെയ്തോട്ടെ. അത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ പാർട്ടിക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു എന്ന്. അല്ലെങ്കിൽ ആ തിരിച്ചടി വരികയാണെങ്കിൽ നമുക്ക് അപ്പോൾ മനസ്സിലാക്കാം ഇതെല്ലാം പ്രശ്നമായിരുന്നു. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള പോലെ ശക്തമായ നിലപാടുകളും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഒരു മുഖമായിട്ടൊക്കെ നിന്ന വ്യക്തിയാണ്. പക്ഷെ ചെയ്ത പ്രവൃത്തി തെറ്റായത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുറത്താക്കിയത്. എന്തായാലും അതിൽ ചിലപ്പോൾ ആശ്വാസമുണ്ട് കോൺഗ്രസിന്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരും വരെ എങ്കിലും നിങ്ങൾക്ക് അത് ആശ്വസിക്കുകയും ചെയ്യാം. പക്ഷെ ഇവിടെ CPM എന്ന് പറയപ്പെടുന്നതും ഈ പറയുന്ന മുഖ്യമന്ത്രിയൊക്കെ എടുത്തിരിക്കുന്ന നിലപാടുകൾ എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും രണ്ട് പേർക്ക് രണ്ട് നീതി ഒരിക്കലും ശരിയല്ല. പി ടി കുഞ്ഞുമുഹമ്മദിന് ഒരു നീതി, രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റൊരു നീതി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ശരിയെന്ന് പറയാൻ കഴിയുന്നതാണോ? അല്ലല്ലോ. കൊച്ച് ഒരു കോളേജിലെ പെൺകുട്ടിയെ ASFന്റെ ഒരു നേതാവിനെ നോക്കി വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ആ പാർട്ടിയുടെ CPMന്റെ വിദ്യാർത്ഥി സംഘടനാ നേതാവ് പറഞ്ഞ വാചകം പറയാൻ കൊള്ളാമോ? എന്നിട്ട് എന്ത് നടപടിയെടുത്തു? പ്രമോഷൻ കിട്ടി എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ ആ പാർട്ടിക്ക് ഇങ്ങനെ ഒരു സമീപനമുണ്ട്, നയമുണ്ട്. അത് ശരിയല്ല, സ്ത്രീ സൗഹൃദമല്ല, സ്ത്രീ വിരുദ്ധമാണ്. എതിർ പാർട്ടിക്കാരെ ചീത്തയാക്കാൻ വേണ്ടി മാത്രം സ്ത്രീ വിഷയം ഉപയോഗിക്കുന്നവരാണ് എന്ന് തിരിച്ചറിയേണ്ടത് ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. പിന്നീട് അവർക്ക് വേണ്ടി വാദിക്കുന്ന സ്ത്രീകളാണ് ആലോചിക്കേണ്ടത്. പിന്നീട് അവർക്ക് വോട്ട് ചെയ്യുന്ന സ്ത്രീകളാണ് ആലോചിക്കേണ്ടത്. എന്തായാലും സ്ത്രീകൾ തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത്. അത് ഈ സമീപ സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ഈ വിഷയത്തിൽ CPMന്റെ നിലപാട് ഇരട്ടത്താപ്പാണ് എന്ന് കൃത്യമായി അറിയാം. കുഞ്ഞുമുഹമ്മദിനെ ഏതറ്റം വരെയും പോയി രക്ഷിക്കും. ശിവൻകുട്ടി എന്ന നമ്മുടെ ഒരു മന്ത്രി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും മുകേഷിന്റെയും കൂടെ വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി കേട്ടിരുന്നുവല്ലോ. അത് സിനിമയല്ലേ? അപ്പൊ സിനിമയിൽ എന്തു ആകാവുന്നതാണ്? അത് സിനിമയല്ലേ? അപ്പൊ ഈ പാർട്ടിയിൽ ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ഇതിനേക്കാൾ പരിതാപകരമായിരിക്കും ഇനിയുള്ള നാളുകളിൽ. കാരണം അവര് തിരുത്താൻ തയ്യാറല്ല. അവര് തുടങ്ങിയപ്പോൾ എന്താണോ നിലപാട്, ലോക അവസാനം വരെ അവരുടെ നിലപാട് അതിൽ തന്നെ ആയിരിക്കും. അതിൽ തന്നെ ഉറച്ചു.